വെൽക്കം വരുവാണ്. ഇത് വീഡിയോ കോണ്ട ടി വി ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇത് ഓണൊന്നും ആവുന്നില്ല. ഇപ്പോൾ ബോർഡൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് എക്സ്ചേഞ്ചിന് വന്നൊരു ടി വിയാണ് കേട്ടോ. അപ്പോൾ ഫീസൊക്കെ എല്ലാം കറക്റ്റാണ്, എല്ലാം പക്കയാണ്. പിന്നെ ബോർഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് പ്രശ്നമെന്ന്. അപ്പോൾ ബോർഡിൽ വോൾട്ടേജ് ചെക്ക് ചെയ്യാണ്. ഇവിടെ ഈ പവർ സപ്ലൈ മെയിൻ കപ്പാസിറ്ററിൽ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വോൾട്ടേജും വരുന്നില്ല. ഓക്കെ, പക്ഷേ ഈ സ്വിച്ചിൽ പവറിൻ്റെ ആ വയറിലും ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു സൈഡ് മാത്രം വോൾട്ടേജ് നിൽപ്പുണ്ട്. ആ സ്വിച്ചിലൊന്നും ഇപ്പുറത്തോട്ട് വോൾട്ടേജ് വരുന്നില്ല. ഇപ്പുറത്തോട്ട് വന്നാൽ മാത്രമേ പവർ സപ്ലൈയിലോട്ട് ആ വോൾട്ടേജ് എത്തത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഒരു സ്വിച്ച് പ്രശ്നമാണ്, സ്വിച്ച് കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നുകിൽ സ്വിച്ച് മാറ്റിയിടാം, അല്ലെങ്കിൽ ഷോർട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ സ്വിച്ച് ഷോർട്ട് ചെയ്താണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ കറക്റ്റായിട്ട് ചിലതിൽ മാർക്ക് ചെയ്തിരിക്കും ഷോർട്ട് ചെയ്യേണ്ട രീതി. അപ്പോൾ അത് നോക്കി ഷോർട്ട് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ തിരിച്ച് വല്ലതും ഷോർട്ട് ചെയ്ത് കൊടുത്താൽ അപ്പോൾ പൊട്ടിത്തെറിക്കും എല്ലാം കൂടെ. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് സ്വിച്ചൊക്കെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വോൾട്ടേജ് വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇപ്പുറത്ത് വോൾട്ടേജ് വന്നിട്ടുണ്ട്. നേരത്തെ ഇപ്പുറത്ത് വോൾട്ടേജ് ഇല്ലായിരുന്നു. ആ കപ്പാസിറ്റർ നേരത്തെ വോൾട്ടേജ് ഇല്ലായിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ട് AC വോൾട്ടേജൊക്കെ വന്നിട്ടുണ്ട്. ഇനി DC ലോട്ടൊക്കെ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ DC എല്ലാം വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് വോൾട്ടേജ് ഇപ്പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. ആ സ്വിച്ചായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ കറക്റ്റാണ്, എല്ലായിടത്തും വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഓസിലേഷനൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം, സ്ക്രീനൊക്കെ വരുന്നുണ്ടോ എന്ന്. TV ഓൺ ചെയ്തിട്ടുണ്ട്, LED കത്തിയിട്ടുണ്ട്, പവർ LED. TV കറക്റ്റ് ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.